സെമി ലിനൻ ഫാബ്രിക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക്, മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള നല്ല യോക്ക്, നല്ല ഭംഗിയാണ് കേട്ടോ വർക്ക്. ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞി കട്ടാന കൊണ്ടിട്ടുള്ള വർക്കും ചെറിയ മിറർ വർക്കും കൊടുത്തേക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സാണ്. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഈ വർക്ക് ഉണ്ടോ. ചെറിയ കട്ടാനയും ബീഡ്സ് വെച്ചിട്ടും ചെറിയ മിറേഴ്സും ഒക്കെ കൊടുത്ത് നല്ല രസമുള്ള വർക്ക്. ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ്. 1650 ആണ് റേഞ്ച്. ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ലിനൻ ദുപ്പട്ടയാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല രസമുള്ള സെറ്റാണ്. ബുക്കിങ്സ് സൈറ്റ് ടു ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. ദുപ്പട്ട ഉണ്ട്. നല്ല സോഫ്റ്റ് ഫിനിഷുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. സെമി ലിനൻ ആണ് ഫാബ്രിക്. യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്ക് വന്നിട്ടുണ്ട്. നല്ല ലെങ്ത്തിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾക്ക് ഫാബ്രിക് അവൈലബിൾ ആയിരിക്കും. 46 or 48 ഉള്ളവർക്കൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. ദുപ്പട്ട നോക്ക്, നല്ല സിമ്പിൾ സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ്. ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. കംഫർട്ട് നോക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇത് തലയിലൊക്കെ ഇടുന്നവർക്കാണെങ്കിലും ദുപ്പട്ട ട്രാൻസ്പെറൻറ്റും അല്ല, നന്നായിട്ട് നമുക്കിങ്ങനെ ഒതുങ്ങി കിടക്കും. ഈ വർക്ക് കാണുകയും ചെയ്യും. നല്ല രസമുള്ള വർക്കും സെറ്റുമാണ് കേട്ടോ. 1650 റേഞ്ചിൽ അടിപൊളി ഐറ്റാണ്. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുമാണ് വന്നേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കളർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ബോട്ടം വന്നേക്കുന്നത് ഈ വർക്കിൻ്റെ കളറിലാണ് ബോട്ടം വന്നേക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ലൊരു ഐവറി ഷെയ്ഡാണ്. അതിലേക്ക് വന്നേക്കുന്ന വർക്കും നല്ല പിങ്ക് ഷെയ്ഡിലുള്ള വർക്ക് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുള്ളാണ്. എലഗൻ പാറ്റേൺ ആണ് ബോട്ടം വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കളർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. 1650 റേഞ്ച്. അതുപോലെ ദുപ്പട്ട നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഇതിനകത്ത് വന്നേക്കുന്ന ബീഡ് വർക്കൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഈ നല്ല രസമുള്ള ക്ലാസി ആയിട്ടുള്ള വർക്കാണ് ബോട്ടം വന്നേക്കുന്നത്. നല്ല കളേഴ്സും പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സെറ്റ്. നെക്സ്റ്റ് വൺ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. വർക്ക് വന്നേക്കുന്ന ഒരു ഗ്രീൻ ടിൻറ്റോട് കൂടിയ വർക്ക്. ചെറിയ സിൽവർ ബോർഡേഴ്സ് ദുപ്പട്ടയിൽ പോയിട്ടുണ്ട്. നല്ല ദുപ്പട്ടയാണ്. നല്ല ലെങ്ത്തും എടുത്തുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. ഇത് കംഫർട്ടബിൾ ടു വെയർ ആയിട്ടുള്ള സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ദുപ്പട്ട. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേ ഷെയ്ഡ്. ഗ്രേയിൽ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതുപോലെ ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വരുന്നത് ഇതൊരു നെക്സ്റ്റ് പാറ്റേൺ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു പാറ്റേൺ. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. 1000 മാത്രമാണ് ഇതിൻ്റെ റേഞ്ച്. നെക്കിലൊരു ലേസ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ. ഈ ലേസ് പാറ്റേൺ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് കേട്ടോ. അതുപോലെ ദുപ്പട്ട നല്ല കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പ്രയോഗിക്കുന്നത്. 1000 റേഞ്ചിൽ നല്ലതാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ള കളറിലാണ്. ഭയങ്കര ഭംഗിയിലുള്ള സെറ്റാണ്. ഫസ്റ്റ് വൺ ഇങ്ങനെ വരിക. പിങ്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. വൈറ്റ് കളർ ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സിമ്പിൾ എലഗൻ പാറ്റേൺ. 1000 മാത്രമാണ് റേറ്റ്. സ്ട്രൈപ്സ് വന്നിട്ടുള്ള ബോട്ടമാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കോട്ടൺ ആണ് ബോട്ടം വന്നേക്കുന്നത്. ഇന്ന് വരുന്നത് 1795 റേഞ്ചിൽ വരുന്ന പ്യോർ കോട്ടൺ, നല്ല പ്രീമിയം കോട്ടൺ സെറ്റാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ കോട്ട ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പ്യോർ കോട്ടണിലാണ്. നല്ലൊരു ക്ലാസി പീസാണ്. 1795 ആണ് റേറ്റ്. സെയിം തന്നെ ഡിഫറെൻറ്റ് ഡിസൈനാണ് നെക്സ്റ്റ് വൺ. യോക്കിൽ ഇതുപോലെ ചെറിയൊരു മിറർ വർക്ക് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട സ്കാലപ്പൻ ഫിനിഷ് ചെയ്തിട്ട് ഇതുപോലെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഫാബ്രിക് നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും തയ്ച്ചിടാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ്. പ്യോർ കോട്ടൺ വിത്ത് ദുപ്പട്ട ആൻഡ് ബോട്ടം. 1795 റേഞ്ച്. നെക്സ്റ്റ് ഡിസൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വൈറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഇതുപോലെ ക്യൂട്ട് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത്. ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ. സെയിം കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ടു ബുക്ക് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ 1-2 വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് വരും. നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീയിങ് വിത്ത് ദ വീഡിയോ.